നെയിൽ പോളിഷ് ഇടാൻ ഇഷ്ടമുള്ളവരാണ് ഒട്ടുമിക്കവരും. അതുകൊണ്ട് ഇന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള നെയിൽ ആർട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം സാധാരണ നെയിൽ പോളിഷ് ഇടും പോലെ തന്നെ നമുക്ക് ഒരു വിരലിൽ ഇട്ട് കൊടുക്കാം. ആദ്യത്തെ 2 വിരലിലും നെയിൽ പോളിഷ് ഇട്ട ശേഷം ഒന്ന് സ്റ്റീം ചെയ്യാം. അതിനായി വെള്ളം തിളപ്പിക്കാൻ വച്ച ശേഷം വെള്ളം ചൂടായി വരുമ്പോൾ ആ ആവിയിൽ കൈ ഇതുപോലെ വച്ചു കൊടുക്കുക. ഇപ്പോൾ നെയിൽ പോളിഷ് മാറ്റ് ഫിനിഷിൽ വരുന്നത് കാണാം. മാറ്റ് നെയിൽ പോളിഷ് കുറച്ച് കോസ്റ്റ്ലി ആണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിദ്യ പരീക്ഷിക്കാവുന്നതാണ്. നമുക്ക് നല്ല ഒരു മാറ്റ് ഫിനിഷ് ലുക്ക് കിട്ടും. രണ്ടാമതായിട്ട് ഇയർബഡ്സ് ഉപയോഗിച്ച് നെയിൽ ആർട്ട് ചെയ്യാം. അതിനായി ഏതെങ്കിലും ഒരു ഡാർക്ക് നെയിൽ പോളിഷ് എടുത്ത് ഇതുപോലെ നഖത്തിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു കളർ എടുത്ത് ഇതിനു മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഒരു ഡിഫറെന്റ് ലുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു നെയിൽ കളർ കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നെയിൽ ആർട്ട് ചെയ്യാം. ഇതിനായി നിങ്ങളുടെ ഫേവറേറ്റ് നെയിൽ പോളിഷ് ഇടുക. വളരെ കട്ടി കുറച്ച് ഇട്ടാൽ മതിയാകും. അതിനു മുകളിലായിട്ട് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. മറ്റൊരു ഡാർക്ക് കളർ ഇതിനായിട്ട് ഉപയോഗിച്ചാൽ മതിയാകും. ഭംഗിയായിട്ടുണ്ട് അല്ലേ? ഇനി സെല്ലോ ടേപ്പ് എങ്ങനെയാണ് നെയിൽ ആർട്ട് ചെയ്യാൻ ഉപയോഗിക്കുക എന്ന് നോക്കാം. അതിനായി ഒരു ചെറിയ കഷ്ണം സെല്ലോ ടേപ്പ് മുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നഖത്തിൽ ഒട്ടിക്കുക. ഇവിടെ കുറച്ച് ചെരിച്ച് രീതിയിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് സെല്ലോ ടേപ്പ് ഇല്ലാത്ത ഭാഗത്ത് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള നെയിൽ കളർ ഉപയോഗിക്കാവുന്നതാണ്. ഇനി സെല്ലോ ടേപ്പ് മാറ്റാം. എന്നിട്ട് അടുത്ത ഭാഗത്ത് മറ്റേതെങ്കിലും കളർ ഇട്ട് കൊടുക്കാം. കോൺട്രാസ്റ്റ് കളറാണ് ഏറ്റവും നല്ലത്. നല്ല ഈസി ആയിട്ടുള്ള നെയിൽ ആർട്ട് കണ്ടില്ലേ? നെയിൽ ആർട്ട് ചെയ്യാൻ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.